അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും അബു ഐമൻ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് 2024 5ാം ക്ലാസ് പൊതുപരീക്ഷയുടെ തജ്വീദുൽ ഖുർആൻ എന്ന വിഷയത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഒന്നാമത്തെ വർക്ക്, ശരിയുത്തരത്തിൻ്റെ കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക. 1. ഹാ ഉല്ലമീറിനെ നീട്ടി ഓതണം. വനറാഹു ഖരീബ ലഹുൽ മുൽക്കു വ അംറുഹു ഇലല്ലാഹി. ശരിയുത്തരം വ അംറുഹു ഇലല്ലാഹി. 2. റായിനെ തർക്കീക്ക് ചെയ്ത് ഉച്ചരിക്കണം. അല്ലദിർതദ അബ്സിർ ബിഹി അൽ ഫുർഖാൻ. ശരിയുത്തരം അബ്സിർ ബിഹി. 3. അലിഫിനെ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കണം. സലാം റുഖാഅ സുബാത. ശരിയുത്തരം റുഖാഅ. 4. അലിഫ് ലാമിനെ ഇദ്ഗാം ചെയ്ത് ഓതണം. വൽ ഫജ്ർ വൽ അസ്ർ വത്താരിഖ്. ശരിയുത്തരം വത്താരിഖ്. 5. അർ റസ്മുൽ ഉസ്മാനിയിലെ അൽ ബദലിന് ഉദാഹരണം. സ്വലാത്ത് എന്നുള്ളത് 2 രൂപത്തിൽ അവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ സലാമുൻ. അൽ ബദൽ എന്ന് പറഞ്ഞാൽ ഒരു അക്ഷരത്തിന് പകരമായി മറ്റൊരു അക്ഷരത്തെ നൽകുക. ശരിയുത്തരം രണ്ടാമതായി നൽകിയ സ്വലാത്ത് എന്നുള്ളതാണ്. അവിടെ അലിഫിന് പകരം വാവിനെ നൽകിയിരിക്കുന്നു. 6. ബായിനെ മീമിൽ ഇദ്ഗാം ചെയ്ത് ഓതണം. ഇർഖം മഅന യദ്രിബ മസല ശരിബ മിൻഹു. ശരിയുത്തരം ഒന്നാമതായി കൊടുത്ത ഇർഖം മഅന. ഇനി നമുക്ക് രണ്ടാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. 2. ചേരുംപടി ചേർക്കുക. 1. റായിനെ തർക്കീക്ക് ചെയ്തു. റായിനെ തർക്കീക്ക് ചെയ്തതിനുള്ള ഉദാഹരണം മൂന്നാമതായി നൽകിയിരിക്കുന്നു. സമീഉം ബസീർ. 2. അലിഫിനെ തഫ്ഖീം ചെയ്തു. അലിഫിനെ തഫ്ഖീം ചെയ്തതിനുള്ള ഉദാഹരണം അഞ്ചാമതായി കൊടുത്ത മർളാത്തില്ലാഹ്. 3. വാവിനെ തഫ്ഖീം ചെയ്തു. അതിനുള്ള ഉദാഹരണം ഒന്നാമതായി കൊടുത്തിരിക്കുന്നു മസ്തൂർ. 4. ഹാ ഉല്ലമീറിനെ നീട്ടി ഓതി. അതിനുള്ള ഉദാഹരണം രണ്ടാമതായി നൽകിയ ബിഹി നഖ്അ. 5. ഹാ ഉല്ലമീറിനെ നീട്ടാതെ ഓതി. നീട്ടാതെ ഓതിയതിനുള്ള ഉദാഹരണം നാലാമതായി നൽകിയിരിക്കുന്നു ബിഹിൽ അർള്. ഇനി നമുക്ക് മൂന്നാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. 3. വിട്ട ഭാഗം പൂരിപ്പിക്കുക. 1. റായിനെ കസ്റാണെങ്കിൽ റായിനെ ഡാഷ് ഓതണം. റായിന് കസ്റാണെങ്കിൽ റായിനെ തർക്കീക്ക് ചെയ്ത് ഓതണം. 2. വിഫാഖ എന്നതിൽ ഫായിനു ശേഷമുള്ള അലിഫിനെ ഡാഷ് ചെയ്ത് ഓതണം. വിഫാഖ എന്നതിൽ ഫായിനു ശേഷമുള്ള അലിഫിനെ തർക്കീക്ക് ചെയ്ത് ഓതണം. 3. ബർറബ്ബുക്കും എന്നതിൽ ഡാഷിനെ റായിൽ ഇദ്ഗാം ചെയ്യണം. ബർറബ്ബുക്കും എന്നതിൽ ലാമിനെ റായിൽ ഇദ്ഗാം ചെയ്യണം. 4. ഹിജ്റ ഡാഷ് ആം വർഷത്തിലാണ് ഖുർആൻ ഒരു മുസ്ഹഫിൽ ക്രോഡീകരിച്ചത്. ഹിജ്റ 12ാം വർഷത്തിലാണ് ഖുർആൻ ഒരു മുസ്ഹഫിൽ ക്രോഡീകരിച്ചത്. 5. ഇദ്ലംതും എന്നതിൽ ഡാഷ് എന്ന അക്ഷരത്തെയാണ് ഇദ്ഗാം ചെയ്തത്. ഇദ്ലംതും എന്നതിൽ ദാല് എന്ന അക്ഷരത്തെയാണ് ഇദ്ഗാം ചെയ്തത്.
6. ഹ ഉദ്ദമീറിനു തൊട്ടു മുമ്പ് ഡാഷ് വന്നാൽ ഹ ഉദ്ദമീറിനെ നീട്ടാതെ ഓതണം. ഹ ഉദ്ദമീറിനു തൊട്ടു മുമ്പ് സുക്കൂൻ വന്നാൽ ഹ ഉദ്ദമീറിനെ നീട്ടാതെ ഓതണം. ഇനി നമുക്ക് 4-ാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. 4. ഒറ്റ വാക്കിൽ ഉത്തരമെഴുതുക. 1. ഇല്യാസീൻ എന്നതിനെ 2 രൂപത്തിൽ അവിടെ എഴുതിയിട്ടുണ്ട്. അതിൽ അർ-റസ്മുൽ ഉസ്മാനി ഏത്? ഉത്തരം രണ്ടാമതായി നൽകിയ ഇല്യാസീൻ എന്നുള്ളതാണ് റസ്മുൽ ഉസ്മാനിയുടെ രൂപം. 2. ബിറൂഹിൻ യുരീദു അറാദ. ഇതിൽ റായിനെ തർക്കീഖ് ചെയ്തതിന് ഉദാഹരണം. ഉത്തരം യുരീദു. 3. ശംസിയായ ഹർഫുകൾ എത്ര? ഉത്തരം 14. 4. അലം നഖ്ലുക്കും എന്നതിൽ ഏത് അക്ഷരത്തെ ഇദ്ഗാം ചെയ്യണം? ഉത്തരം ഖാഫിനെ. 5. റായിനെ കസ്റായതിനാൽ തർക്കീഖ് ചെയ്തതിന് ഒരു ഉദാഹരണം. ഉത്തരം യാ അഹ്ല യസ്രിബ. ധാരാളം ഉദാഹരണങ്ങൾ ഖുർആനിൽ കാണാം. 6. ബ്രാക്കറ്റിൽ ഒരു ചിഹ്നം നൽകിയിട്ടുണ്ട്. ഈ ചിഹ്നത്തിന് പറയുന്ന പേരെന്ത്? ഉത്തരം അലിയാ ഉസ്സഗീറ. ഇനി നമുക്ക് 5-ാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. 5. ഒറ്റവാചകത്തിൽ ഉത്തരമെഴുതുക. 1. അൽ മസീർ എന്നതിലെ റായിനെ തർക്കീഖ് ചെയ്യാൻ കാരണമെന്ത്? ഉത്തരം സാക്കിനായ റായിന് മുമ്പ് സുക്കൂനുള്ള യാ വന്നതാണ് കാരണം. 2. വഇളാമൻ എന്നതിലെ അലിഫിനെ തഫ്ഖീം ചെയ്യണം. കാരണം. ഉത്തരം തഫ്ഖീമിൻ്റെ അക്ഷരമായ ലാഇനെ നീട്ടാൻ വന്നതാണ് കാരണം. 3. ശംസിയായ ഹർഫുകളിൽ നിന്ന് 8 എഴുതുക. ഉത്തരം താഴെ ശംസിയായ 14 അക്ഷരങ്ങളും എഴുതിയിട്ടുണ്ട്. ഏതെങ്കിലും 8 അക്ഷരങ്ങൾ നമുക്ക് എഴുതാം. 4. ഹ ഉദ്ദമീറിനെ നീട്ടി ഓതണം. എപ്പോൾ? ഉത്തരം ഹ ഉദ്ദമീറിൻ്റെ മുമ്പും ശേഷവും ഹർക്കത്തുണ്ടെങ്കിൽ നീട്ടി ഓതണം. 5. ഇദ്ഗാം എന്നാൽ എന്ത്? ഉത്തരം സാക്കിനായ അക്ഷരത്തെ ശേഷം വന്ന ഹർക്കത്തുള്ള അക്ഷരത്തിൽ ചേർത്ത് ഷദ് ചെയ്ത് ഓതുന്നതിനെ ഇദ്ഗാം എന്ന് പറയുന്നു. 6. യക്ഫുറൂന എന്നതിലുള്ള ശംസിയായ അക്ഷരങ്ങൾ ഏതെല്ലാം? ഉത്തരം റാ, നൂന്. 7. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുസ്ഹഫിൻ്റെ പല കോപ്പികൾ തയ്യാർ ചെയ്തു. കാരണം. ഉത്തരം മുസ്ലിംകളുടെ എണ്ണം വർദ്ധിക്കുകയും ഇസ്ലാം വിവിധ നാടുകളിൽ വ്യാപിക്കുകയും ചെയ്തു. ഇനി നമുക്ക് അടുത്ത വർക്കിലേക്ക് പ്രവേശിക്കാം. 6. കുറിപ്പെഴുതുക. 5 വരിയിൽ കുറയരുത്. 1. അർ-റസ്മുൽ ഉസ്മാനി. പരിശുദ്ധ ഖുർആനിൻ്റെ ഭാഷ അറബിയാണെങ്കിലും സാധാരണ അറബി എഴുത്തിൻ്റെ പൊതുനിയമത്തിൽ നിന്ന് വ്യത്യസ്തമായാണ് ഖുർആനിൻ്റെ പല പദങ്ങളുടെയും എഴുത്ത്. ഈ എഴുത്ത് രീതിയാണ് അർ-റസ്മുൽ ഉസ്മാനി. ഈ രീതിക്ക് വിരുദ്ധമായി ഖുർആൻ എഴുതാൻ പാടില്ല. 2. തഫ്ഖീമുൽ അലിഫി വൽ വാവി. തഫ്ഖീമിൻ്റെ ഹർഫുകളെ നീട്ടാൻ വരുന്ന അലിഫിനെയും വാവിനെയും തഫ്ഖീം ചെയ്യണം. ഉദാഹരണം റുഖാഅൻ ഹൈസു അസ്വാബ കുല്ലമാ അളാഅ ലഹു. ഒന്നാമത്തെ ഉദാഹരണത്തിൽ ഖാ ഇസ്തിഅലാഇൻ്റെ അക്ഷരമാണ്. സ്വാദ്
ഇസ്തിഅലാഇൻ്റെ അക്ഷരമാണ്. രണ്ടാമത്തെ ഉദാഹരണത്തിൽ അല്ലാ എന്നുള്ളതിലുള്ള ളാദ് ഇസ്തിഅലാഇൻ്റെ അക്ഷരമാണ്. അവിടെയെല്ലാം തഫ്ഖീം ചെയ്യണം.